ഒന്ന്, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡോക്ടർ D.S. കോത്താരി. 2, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഡിസംബർ 10. 3, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഉത്തരം മെറ്റോർണിക്. 4, കടത്താടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? ഉത്തരം കുരുളിച്ചോക്കാൻ. 5, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം സി, കൊല്ലം. 6, ഗ്രീനിച്ച് സമയം 2 മണി PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഗ്രീനിച്ച് സമയം 2 മണി PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഉത്തരം 7:30 PM. 7, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. 2, പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയം. 3, ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇത് 3ഉം ശരിയാണ്. അപ്പോൾ ഉത്തരം സി ആണ് ഇവയെല്ലാം. 8, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ഉത്തരം 61-ാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്. 9, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 ജാനുവരി 2025 മെയ് 2-നാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ദിവസം വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ. വെള്ളിയാണ് ദിവസം. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 10, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത്? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. 11, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 12, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഉത്തരം ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഉത്തരം ബി ആണ്. 13, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഉത്തരം ബി, ഉപദ്വീപീയ പീഠഭൂമി. 14, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമതീര കനാൽ ഏത്? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ഉത്തരം ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപുര. 15, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെ ആണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഉത്തരം ഉത്തര മഹാസമതലം. 16 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
17ാമത്തതും ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 18ാമതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 19ാമത്തെ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ. 1. താരതമ്യേന വീതി കുറവ്. താരതമ്യേന വീതി കുറവാണ്. പിന്നെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ഉത്തരം സി ആണ്. 1, 3 ആണ് ശരി കേട്ടോ. 19ാമത്തെ 1, 3 ആണ് ശരി. 1 താരതമ്യേന വീതി കുറവാണ്. 3ാമത്തെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. 20ാമത്തെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 21ാമത്തെ, ചുവടെ പറയുന്നതിൽ സാമ്യപരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത്. ചുവടെ പറഞ്ഞത് സാമ്യപരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇത് ബന്ധമില്ല കേട്ടോ. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ശരിയാണ്. അപ്പോൾ ഉത്തരം എ ആണ്. 2 മാത്രമാണ് ബന്ധമില്ലാത്തത് അയ്യങ്കാളിയുമായിട്ട്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 22. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്. ഉത്തരം 1949 ജൂലൈ 1. 23. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം. ഉത്തരം സി, ചമ്പാരൻ. അപ്പം ചമ്പാരൻ സത്യാഗ്രഹം നടന്നതെന്നാണ് 1917. കേദാ സത്യാഗ്രഹം നടന്നതെന്നാണ് 1918. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നതെന്നാണ് 1918 കേട്ടോ. ചോദിക്കും 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം എവിടെയാണ്. ഉത്തരം സി ആണ്, ചമ്പാരൻ. 1917. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് നടന്നത് വെച്ചാൽ 1917. കേദാ സത്യാഗ്രഹം എന്നാണ് നടന്നത് ചോദിച്ചാൽ 1918. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത് എന്നാണ് ചോദിച്ചാലും അതും 1918. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്. ഉത്തരം ജനാർദൻ ഡങ്കൻ. 25ാമത്തെ, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്. ഉത്തരം പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുക. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുക. ഉത്തരം സി ആണ്. പ്രവിശ്യകളിലെ 2 മാത്രം. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുക. 26ാമത്തെ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്. ഉത്തരം ഡി, വാഗ്ഭടാനന്ദൻ. 27. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്. N.S. മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്. ഉത്തരം പശ്ചിമ ബംഗാൾ. 29. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്. ഉത്തരം ബി, മാർത്താണ്ഡവർമ്മ. 30. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്. ഉത്തരം സി, ഹാൻ കാങ്. 31. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്. ഉത്തരം സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഉത്തരം ബി ആണ്, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. ഉത്തരം സോവിയറ്റ് യൂണിയൻ. 33. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്. ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ
താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 52 സെക്കൻഡാണെന്ന് കേട്ടോ. 52 സെക്കൻഡ്. 50 തെറ്റാണ്. 51 അല്ല, 52 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണ ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. തെറ്റാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ഗാനത്തിലെ. ഇത് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചത് ഉത്തരം ഡി ആണ്. എല്ലാം തെറ്റാണ്. ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്. 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ശരിയാണ്. ഉത്തരം സി ആണ്. 1, 3 ആണ് ശരി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 ആണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21 ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ആണ് കേട്ടോ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ആണ്. ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് വകുപ്പ് 32 ആണ്. അപ്പോൾ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏതാണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 പ്രകാരമാണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21 ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നത് വകുപ്പ് 32 ആണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ബി ആണ്. ഫസൽ അലി ആയിരുന്നു. 38. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമമനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? ഉത്തരം ബി. മാൻഡാമസ്. ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ആര്? ഉത്തരം സി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. 40. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഉത്തരം സി. 22. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? ഉത്തരം എ. കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഉത്തരം സി. 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ബി. കെ. കൃഷ്ണൻകുട്ടി. 44. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം സി. 3. 45. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ബി. പാലക്കാട്. 47. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ഉത്തരം എ. വി. അബ്ദുറഹ്മാൻ ആണ്. പിന്നെ 48. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ബി. തിരുവനന്തപുരം. 49. അയ്യങ്കാളി ജനിച്ചത് എന്ന്? അയ്യങ്കാളി ജനിച്ചത് എന്ന്? ഉത്തരം ഡി. 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28. 50. ഇ. വി. രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇ. വി. രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം എ. വൈക്കം. 51.
താഴെ പറയുന്നവരിൽ വേറിട്ടു നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? താഴെ പറയുന്നവരിൽ വേറിട്ടു നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം സി. മഹാദേവ് ഗോവിന്ദ റാനഡെ. 52. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ഉത്തരം എ. കെ. എം. പണിക്കർ. 53. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 2. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 3. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആരാണിത് പറഞ്ഞത്? ഉത്തരം സി ആണ്, എ. കെ. ഗോപാലൻ. 54. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം ഡി. ചോറ്റൂർ ശങ്കരൻ നായർ. 55. ഫതഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം എന്നതാണ്. ഉത്തരം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇട്ടത്. 55-മത്തും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 56. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഉത്തരം ബി. വടകരയാണ്. 57. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരള സാമ്യ പരിഷ്കർത്താവ് ആര്? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം അയ്യത്താൻ ഗോപാലൻ. 58. ബാരിസ്റ്റർ ജി. പി. പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഡി. മലയാളി മെമ്മോറിയൽ. 59. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ഉത്തരം സി. ഷൺമുഖം ചെട്ടി. 60. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നവയിൽ ഏത് എന്നതാണ്. ഉത്തരം ബി ആണ്, അഗസ്തീശ്വരം. 61. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ ലഭ്യത കുറവുണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചാൽ. 62. താഴെ പറയുന്ന ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഹീമോഫീലിയ, സി. ഹീമോഫീലിയ. 63. നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം റേച്ചൽ കഴ്സൺ. 64. താഴെ പറയുന്നതിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? ഉത്തരം പെരിയാർ. 65. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഉത്തരം ബി. ഇനാമൽ. 66. ഏതിനും ശോഥരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനും കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഉത്തരം സി. ലിംഫോസൈറ്റ്. 67. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? ഉത്തരം എ. കരൾ. 68. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത് എന്നതാണ്. ഉത്തരം ഡി. പ്രിയങ്ക. 69. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം. ഉത്തരം സി. 2023. 70. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരും കുടുംബങ്ങൾ ചികിത്സിക്കാനായി പ്രതിവർഷം അനുവദിച്ചുള്ള തുക എത്രയാണ്? ഉത്തരം ബി. 5 ലക്ഷം. 71. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങളിൽ നൽകിയിരിക്കുന്നു. ഉത്തരം സി ആണ്. തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സമയം. നോക്കാം. 2 എന്ന് പറഞ്ഞാൽ തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. 3. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു എന്നതാണ് ചോദിച്ചത്. അപ്പം 2ഉം 3ഉം കേട്ടോ. 2 എന്ന് പറയുന്നത് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. 3. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഞാൻ പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി.
72. ഒരു കോൺകേവ് ദർപ്പണത്തിൽ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത് എന്നതാണ്. ഉത്തരം ഡി ആണ്. വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത്. മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്. ഉത്തരം സി ആണ്. 20 HZ മുതൽ 20,000 HZ വരെ. ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി F താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്നതാണ് ചോദിച്ചത്. ഉത്തരം എ ആണ്. 310 K ആണ്. 75. ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം ഏത്? ചലനവുമായി ബന്ധപ്പെട്ട് ശരിയായ സമവാക്യം ഏതെന്നതാണ്. ഉത്തരം ബി ആണ്. ചലനവുമായി ബന്ധപ്പെട്ട് ശരിയായ സമവാക്യം ഉത്തരം ബി ആണ്. 76. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജം പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഉത്തരം സി ആണ്. രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു. 77. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഉത്തരം എ ആണ്. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. 78. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇതിലേതാണ് ശരി? തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ്. ഉത്തരം സി ആണ്. 2 മാത്രമാണ് ശരി. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. 79. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. ഉത്തരം ബി ആണ്. വ്യത്യസ്തമായ മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്തമായ ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. വ്യത്യസ്തമായ മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്തമായ ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. 80. ആറ്റോമിക സംഖ്യ 8ആയ മൂലകമാണ്. ആറ്റോമിക സംഖ്യ 8ആയ മൂലകമാണ്. ഉത്തരം ഡി ആണ്.